ദിനംപ്രതി നിരവധി യാത്രക്കാരും രോഗികളും വരുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ബസ് സ്റ്റാൻഡ് എന്ന ഇവിടുത്തുകാരുടെ സ്വപ്നത്തിന് 1.5 പതിറ്റാണ്ട് പഴക്കമുണ്ട്. പ്രതിഷേധങ്ങൾക്കും പോരാട്ടങ്ങൾക്കും നിയമ നടപടികൾക്കൊടുവിൽ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകും. ഈ സ്ഥലത്ത് 2009 അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ പാലോളി മുഹമ്മദ് കുട്ടി ബസ് സ്റ്റാൻഡിനായുള്ള തറക്കല്ലിട്ടത്. ഇപ്പോൾ ഈ പ്രദേശം കാടുമൂടി നശിക്കുന്നതല്ലാതെ ബസ് സ്റ്റാൻഡിനായുള്ള ഒരു പ്രവൃത്തിയും ആരംഭിച്ചിട്ടില്ല. ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നതാവട്ടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും യാത്രക്കാരുമാണ്. ജനങ്ങൾക്ക് 100% ഒരു വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അത് അത്യാവശ്യം. 1.5 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാവുകയാണ്. 60 കോടി രൂപ മുതൽ മുടക്ക് പ്രതീക്ഷയെടുത്ത് 200 കോടി രൂപ മുടക്കിയാണ് നിർമ്മാണം നടക്കുക. ഇതോടെ പരിഹാരമാകുന്നത് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും പ്രദേശവാസികളുടെയും ഏറെ നാളായുള്ള ദുരിതം. ഇതിനൊക്കെ യാഥാർത്ഥ്യമാണ് ഏറ്റവും എത്രയോ കാലമുള്ള ഒരു നല്ല കാര്യമാണ്. വളരെ നല്ലൊരു കാര്യമാണ്. ബസ് സ്റ്റാൻഡ് മെഡിക്കൽ കോളേജിൽ അത്യാവശ്യമാണ്. ഗൾഫ് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള മലബാർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് കമ്പനിയാണ് ബസ് ടെർമിനൽ നിർമ്മിക്കുന്നത്. കോർപ്പറേഷന് സമർപ്പിച്ച പ്ലാനിന് അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കും. മെഡിക്കൽ കോളേജിൽ നിന്ന് മാവൂരിലേക്ക് തിരിയുന്ന മായനാട്ടേക്കുള്ള റോഡിന്റെ ഇടതുഭാഗത്തെ 2.64 ഏക്കർ സ്ഥലമാണ് ബസ് ടെർമിനലിനായി 2003 കണ്ടെത്തിയത്. 2 ഘട്ടങ്ങളിലായി 2010 പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം. എന്നാൽ 2011 UDF അധികാരത്തിൽ വന്നതോടെ പദ്ധതി അട്ടിമറിക്കപ്പെട്ടതായി അന്നത്തെ കോർപ്പറേഷൻ ഭരണസമിതി ആരോപിച്ചു. പിന്നീട് വിജിലൻസ് അന്വേഷണത്തിന്റെ പേരിൽ ബന്ധപ്പെട്ട ഫയലുകൾ എടുത്തുമാറ്റിയെന്നും ആരോപണമുയർന്നു. ഇത് സംബന്ധിച്ച നടപടികളിൽ ക്രമക്കേടില്ലെന്ന ഹൈക്കോടതി വിധി കഴിഞ്ഞ വർഷം വന്നതോടെയാണ് നിർമ്മാണ നടപടി സജീവമായത്. 5 ലക്ഷം ചതുരശ്ര അടിയിൽ 8 നിലയിലാണ് കെട്ടിടം ഉയരുന്നത്. വ്യാപാര സമുച്ചയങ്ങളും തിയേറ്ററുകളും ഉൾപ്പെടുന്ന കെട്ടിടത്തിന്റെ 2ാം നിലയിൽ കാർ, ഇരുചക്ര വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ടാകും. ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. ഇരിക്കാനുള്ള സൗകര്യമായില്ല വരുന്നവർക്ക്, അപ്പൊ സന്തോഷമായി. നല്ലതാണ്. യാത്രക്കാരൊക്കെ നിന്ന് വലയുന്നതിലും നന്നല്ലോ. ഡെയിലി ആ ഒരു ഇത് വേണം, അത്രയേ ഉള്ളൂ പറയാം. വളരെ സന്തോഷമുണ്ട്. കാരണം ആ ഒരു സ്റ്റാൻഡ് വന്നാൽ അവിടെ ഒരുപാട് ഗതാഗതക്കുരുക്ക് മാറുന്നതാണ്. കാരണം രാവിലെ 7 മുതൽ 9 മണി വരെ ഭയങ്കര ട്രഫാണ് അവിടെ.